നമസ്കാരം. കർണാടകയിലെ സിദ്ധരാമയ്യയുടെ സർക്കാർ ബുൾഡോസ് രാജ് നടപ്പിലാക്കിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ രാഹുൽ ഗാന്ധി ആകട്ടെ ബണ്ണ് വിഴുങ്ങിയിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ മൂപ്പര് BMW ഒക്കെ ഓടിച്ച് ചിലപ്പോ റീൽസ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ അറിയാലോ കടലിലൊക്കെ ചാടി ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ തൈര് വെങ്കായം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്തെങ്കിലുമൊക്കെ തൈരാകട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ എം സ്വരാജും KT ജലീലും V ശിവൻകുട്ടിയും ഒക്കെ അതായത് നട്ടലുള്ള ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെയൊക്കെ വലിയ രീതിയിൽ തന്നെ പോരാട്ടം നടത്തുന്ന ഇത്തരം ക്രൂരതകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന നേതാക്കൾ പ്രതികരിക്കുന്ന ആ പ്രതികരണങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. UP അടക്കമുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് BJP സർക്കാർ നടപ്പിലാക്കുന്ന ബുൾഡോസ് രാജ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പൊ സമാനമായിട്ടുള്ള രീതിയിലുള്ള ബുൾഡോസ് രാജ് കർണാടകയിലും നടപ്പിലാക്കിയിരിക്കുന്നു സിദ്ധരാമയ്യ. യലഹങ്കയിൽ 3000-ഓളം മുസ്ലിം ന്യൂനപക്ഷങ്ങളെയാണ് ഈ കൊടും തണുപ്പിൽ തെരുവിലേക്ക് ഇറക്കിവിട്ടിരിക്കുന്നത്. ആരാണ്? ഈ പറയുന്ന സിദ്ധരാമയ്യ. ഇയാൾ BJPയുടെ ഏജന്റ് ആണോ എന്ന് സംശയിച്ചാലും തെറ്റു പറയാൻ പറ്റില്ല. വല്ല യോഗി ഭക്തനാണോ എന്ന് ചോദിച്ചാലും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം ആ രീതിയിലുള്ള സമാനമായിട്ടുള്ള ഫോട്ടോസ്റ്റാറ്റ് പതിപ്പാണല്ലോ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിന്റെ കടയാണത്രേ കർണാടകയിൽ തുറന്നത്. ഇപ്പൊ എല്ലാവരും കണ്ടു എന്തിന്റെ കടയാണ് തുറന്നിട്ടുള്ളതെന്ന്. നേരത്തെ ഉണ്ടായിരുന്ന വിദ്വേഷത്തിന്റെ കട ഉണ്ടായിരുന്നല്ലോ, അതേ കട തന്നെയാണ്, വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും കട തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് കർണാടകയിൽ തുറന്നിട്ടുള്ളത് എന്ന് ഇപ്പോ വ്യക്തമായി തന്നെ നമ്മൾ കണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രതികരണം നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. കർണാടകയുടെ തലസ്ഥാന നഗരിയിൽ മുസ്ലിം ജനത വർഷങ്ങളായി താമസിച്ചു വരുന്ന ഫക്കീർ കോളനിയും വസീം ലേഔട്ടും ബുൾഡോസർ വെച്ച് തകർത്ത നടപടി അങ്ങേയറ്റം ഞെട്ടലും വേദന ഉളവാക്കുന്നതുമാണ്. ഇങ്ങനെയൊന്നും സംസാരിക്കാൻ നമ്മുടെ സതീശനെയും രാഹുൽ ഗാന്ധിയും ഒന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ. അവരിതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. ഇനി അറിഞ്ഞ ഭാവം നടിക്കാതെ നടക്കുകയാണോ എന്നൊക്കെ ആർക്കെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ആ സംശയമൊന്നും വേണ്ട. ഇവർക്ക് അഭിനയിച്ച് പൊലിപ്പിക്കാൻ ഒരു പ്രത്യേക നേക്കാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ബാക്കി കൂടി ഒന്ന് വായിക്കാം. ഉത്തരേന്ത്യയിൽ സംഘപരിവാർ നടപ്പാക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ അക്രമോത്സുക രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പതിപ്പാണ് കർണാടകയിൽ കണ്ടത്. കൊടും തണുപ്പിൽ ഒരു ജനതയാകെ തെരുവിലിറക്കപ്പെട്ട് പലായനം ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. ഉത്തരേന്ത്യൻ മോഡൽ ബുൾഡോസർ നീതി ദക്ഷിണേന്ത്യയിലേക്ക് ചുവട് വെച്ച് വരുമ്പോൾ അതിന്റെ കാർമ്മികത്വം കർണാടകയുടെ ഭരണ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനാണ് എന്നത് ആശ്ചര്യകരമാണ്. പാവപ്പെട്ടവർക്ക് കിടപ്പാടം ഒരുക്കി കൊടുക്കാനും ഒരാളെയും താമസ സ്ഥലത്ത് നിന്ന് ഇറക്കി വിടാതിരിക്കാനും മുൻകൈയെടുക്കേണ്ട ഭരണാധികാരികൾ തന്നെ ഇങ്ങനെ ബലം പ്രയോഗിച്ച് കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കുന്നതിനെ എന്തു പറഞ്ഞാണ് കോൺഗ്രസ് ന്യായീകരിക്കുക എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ അവസ്ഥയൊന്നും നമ്മൾ മനസ്സിലാക്കണേ. ഇവിടെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തെ ഇങ്ങനെ ബുൾഡോസ് രാജ് ഉപയോഗിച്ച് പുറത്താക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ആർക്കെതിരെ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ എന്താണ് ചെയ്യുന്നത്? എല്ലാ മതക്കാരെയും ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന നിലപാട് സ്വീകരിക്കുന്നു. വീടില്ലാത്തവർക്ക് വീടൊരുക്കി കൊടുത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ലൈഫ് പദ്ധതി വഴി വീടൊരുക്കി കൊടുത്ത് മാതൃകയാകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അങ്ങനെ വീടില്ലാത്തവർക്ക് വീടൊരുക്കി കൊടുക്കുന്ന ഒരു നാട്ടിലെ ഭരണാധികാരിക്ക്, ഒരു മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ വീടുകളൊക്കെ തകർത്തെറിഞ്ഞ് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് തെരുവിലേക്ക് ഇറക്കി വിടുന്ന ഒരു ഭരണകൂടത്തെ കാണുമ്പോൾ ഇങ്ങനെ തന്നെ പ്രതികരിക്കാനേ കഴിയൂ, ഇങ്ങനെ തന്നെ പ്രതികരിക്കണം എന്നാണ് പറയാനുള്ളത്. ഇനി എം സ്വരാജിന്റെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. സ്നേഹത്തിന്റെ കടയുമായി തുർക്കുമാൻ ഗേറ്റിൽ നിന്നും യലഹങ്കയിലേക്ക് എന്തിനാണ് നിങ്ങൾ എന്റെ മകനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത്? ഹൃദയവേദനയോടെ ഇങ്ങനെ ചോദിച്ചത് പ്രൊഫസർ ഈശ്വരവാര്യരായിരുന്നു. സ്വേച്ഛാധികാര വാശിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് ക്രൂരമായി കൊല്ലപ്പെട്ട എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി രാജന്റെ അച്ഛൻ. ജനാധിപത്യം പ്രസംഗിക്കാനുള്ള വിഷയമാണെന്നും പ്രയോഗിക്കാനുള്ളത് മറ്റൊന്നാണെന്നും കോൺഗ്രസ് തെളിയിച്ച നാളുകളായിരുന്നു അത്. മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും കൂട്ടക്കുരുതികളുടെയും ചോര പുരണ്ട ചരിത്രമാണ് സ്വാതന്ത്ര്യാനന്തര കോൺഗ്രസിന്റേതെന്ന യാഥാർത്ഥ്യം പലരും സൗകര്യപൂർവ്വം മറക്കുന്നുണ്ട്. ഈശ്വരവാര്യരെ പോലെ നിരവധി രക്ഷിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെട്ട അക്കാലത്താണ് തുർക്കുമാൻ ഗേറ്റിലെ പാവങ്ങൾ ബുൾഡോസർക്ക് കീഴിൽ ചതഞ്ഞറിഞ്ഞത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും അധികാരത്തിന്റെ കുരുതികൾ തുടർന്നു. ഡൽഹിയിലും ഹാഷിംപുരയിലും മറ്റു പലയിടത്തും ഒഴുകിപ്പടർന്ന മനുഷ്യരുടെ ചോരയിലാണ് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് മുങ്ങി മരിച്ചത്. ഇപ്പോഴിതാ കർണാടകയിലെ യലഹങ്കയിൽ നിന്നും മനുഷ്യത്വ രഹിതമായ കുടിയൊഴിപ്പിക്കലിന്റെ വാർത്തകൾ പുറത്തു വരുന്നു. യലഹങ്കയിലെ ഫക്കീർ കോളനിയിലെയും വസീം ലേഔട്ടിലെയും പാവപ്പെട്ടവരുടെ വീടുകളാണ് പുലർച്ചെ 4 മണിയോടെ ബുൾഡോസറുകൾ ഇടിച്ചു നിരത്തിയത്. ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. 3 പതിറ്റാണ്ടുകളായി അവിടെ കഴിയുന്ന മനുഷ്യരാണ് ഒരു രാത്രിയിൽ അഭയാർത്ഥികളായി മാറിയത്. ആധാർ കാർഡും തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡും മറ്റു രേഖകളുമുള്ള മനുഷ്യർ, നമ്പറും വൈദ്യുതി കണക്ഷനുമുള്ള വീടുകൾ. നിമിഷ നേരം കൊണ്ട് എല്ലാം
തകർത്തെറിയപ്പെട്ടു. കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ മനുഷ്യത്വരഹിതമായ കുടിയൊഴിപ്പിക്കലിനെതിരെ രാഷ്ട്രീയത്തിന് അതീതമായി പ്രതിഷേധം ഉയരുന്നതിനിടയിലും ന്യായീകരണ പ്രബന്ധങ്ങളുമായി കനഗോലുവിന്റെ കൂലിപ്പടയാളികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ ബുൾഡോസർ രാജ് പോലെയല്ല ഇത് കർണാടകയിലെ ബുൾഡോസർ രാജാണെന്നും ഇത് നല്ല ബുൾഡോസർ രാജാണെന്നുമുള്ള വിചിത്രവാദങ്ങളുമായി കറങ്ങുന്ന കൂലിപ്പടയാളികളെ നവമാധ്യമങ്ങളിൽ കാണാം. 150 വീട് മാത്രമേ പൊളിച്ചിട്ടുള്ളൂ, 1000 പേർക്കേ പ്രശ്നമുള്ളൂ, തെരുവിലേക്ക് എറിയപ്പെട്ടവരിൽ 80% മാത്രമേ മുസ്ലിങ്ങളുള്ളൂ, കുടിയിറക്കപ്പെട്ടവർക്ക് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്, അതിനാൽ അവർ ഹാപ്പിയാണ്. ഇങ്ങനെ പോകുന്നു കനഗോലുവിന്റെ കൂലിക്കാരുടെ വാദം. എന്നാൽ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി ചിദംബരം ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായ ഭാഷയിൽ ബുൾഡോസർ രാജിനെതിരെ പ്രതിഷേധിച്ചു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അച്ചാരം പറ്റിയ ഒറ്റുകാർ ആദ്യം ചിദംബരത്തിന് ക്ലാസ് എടുക്കുന്നതാണ് നല്ലത്. അനധികൃത കയ്യേറ്റമാണ് ഒഴിപ്പിച്ചതെന്ന് പറയുന്നവരുണ്ട്. ഏറ്റവും വലിയ അനധികൃത കയ്യേറ്റക്കാരനാണ് കർണാടകയുടെ മുഖ്യമന്ത്രി എന്ന് ഓർക്കണം. മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭൂമി സ്വന്തം ഭാര്യയുടെ പേരിൽ കയ്യേറി അവകാശം സ്ഥാപിക്കുകയും പിടിക്കപ്പെടുകയും ചെയ്ത കയ്യേറ്റക്കാരനായ പ്രതിയാണ് കർണാടക മുഖ്യമന്ത്രി. വൻകിട കയ്യേറ്റക്കാരൻ പാവങ്ങളുടെ കൂര പൊളിക്കുന്നതിനാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. സംഘപരിവാർ ഭീകരതയ്ക്കും ബുൾഡോസർ രാജിനുമെതിരെ കോൺഗ്രസിനെ ആശ്രയിക്കാമെന്ന് കരുതുകയും വാദിക്കുകയും ചെയ്യുന്നവരുടെ മുന്നിലേക്ക് എന്താണ് കോൺഗ്രസ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. പതിറ്റാണ്ടുകളായി താമസിക്കുന്ന കൂരകളിൽ നിന്നും അസ്ഥികൾ മരവിക്കുന്ന തണുപ്പിലേക്ക് ഇറക്കി വിടപ്പെട്ട ആയിരങ്ങളുടെ ചോദ്യം ഇന്ത്യയിൽ ഇപ്പോൾ മുഴങ്ങുന്നുണ്ട്. ഈ കൊടും തണുപ്പിൽ ഞങ്ങളെ പുറത്തു നിർത്തിയിരിക്കുന്നത് എന്തിനാണ് എന്നാണ് എം സ്വരാജ് ചോദിക്കുന്നത്. ഇനി നമുക്ക് വി ശിവൻകുട്ടിയുടെ ഒരു പ്രതികരണം നോക്കാം. സ്നേഹത്തിന്റെ കടയിൽ നിന്ന് ലഭിച്ച കണ്ണീരുമായി പാവങ്ങൾ. ഇത് രാഹുൽ ഗാന്ധിക്കുള്ള അടിയാണ്. കർണാടകയിൽ നിന്നുള്ള വാർത്തകൾ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്. സ്നേഹത്തിന്റെ കട തുറക്കുമെന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ചവർ ഇന്ന് പാവപ്പെട്ട മനുഷ്യർക്ക് സമ്മാനിക്കുന്നത് കണ്ണീരും ദുരിതവുമാണ്. തിരിച്ചറിയുക. പാവങ്ങളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ ഈ നടപടിക്ക് പിന്നിൽ സംഘപരിവാർ സർക്കാർ അല്ല, മറിച്ച് കോൺഗ്രസ് സർക്കാരാണ്. മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പേര് പറഞ്ഞ് അധികാരത്തിലേറിയവർ ദരിദ്രരായ മനുഷ്യരുടെ കിടപ്പാടം തകർത്തെറിയുമ്പോൾ അവരുടെ കാപട്യം ഒരിക്കൽ കൂടി വെളിപ്പെടുകയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും കൂട്ടക്കുരുതികളുടെയും ചോര പുരണ്ട ചരിത്രമാണ് കോൺഗ്രസിന്റേത്. അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ക്രൂരതയാണ് കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ മനുഷ്യത്വരഹിതമായ കുടിയൊഴിപ്പിക്കലിനെതിരെ പാവങ്ങളുടെ കണ്ണീരിന് നീതി ലഭിക്കാൻ രാഷ്ട്രീയത്തിന് അതീതമായി ശക്തമായ പ്രതിഷേധം ഉയരേണ്ടതുണ്ട് ഇരകൾക്കൊപ്പം എന്നാണ് വി ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളത്. ഈ കെ ടി ജലീലിന്റെ ഒരു പോസ്റ്റ് കൂടി വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: ഫക്കീർ നഗറിലെ ബുൾഡോസർ രാജും രാം നാരായൺ എന്ന ബംഗ്ലാദേശിയും ഏത് സംഘടനകൾക്കും മത പണ്ഡിതർക്കും സമുദായ നേതാക്കൾക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിക്കാം, കാര്യങ്ങൾ അവതരിപ്പിക്കാം. ന്യായമായ ആവശ്യമാണെങ്കിൽ അതിന് പരിഹാരമുണ്ടാകും. ഇതൊക്കെ കേരളത്തിന് അപരിചിതമായിരുന്നു. ഏതെങ്കിലും സമുദായ തമ്പുരാക്കന്മാരുടെ സാന്നിധ്യത്തിലല്ലാതെ മന്ത്രിമാരെ കാണാൻ പലർക്കും അനുവാദമുണ്ടായിരുന്നില്ല. ആ ശീലമാണ് പിണറായി വിജയൻ പൊളിച്ചെഴുതിയത്. ഒരു ഹോട്ട്ലൈൻ മുഖ്യമന്ത്രിയും വിവിധ സമുദായ നേതാക്കളും തമ്മിൽ സ്ഥാപിതമായത് 2016 മുതൽക്കാണ്. അത് പലർക്കും അത്രയങ്ങ് പിടിച്ചിട്ടില്ല. അവരാണ് പിണറായി സംഘിയാണെന്നും മുസ്ലിം വിരുദ്ധനാണെന്നും പറഞ്ഞ് നടക്കുന്നത്. ഒരു രാവ് പുലരും മുമ്പാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ഫക്കീർ കോളനിയിലെയും വസീം നഗറിലെയും 400 വീടുകൾ ബുൾഡോസർ വെച്ച് തകർത്ത് തരിപ്പണമാക്കിയത്. താമസക്കാർക്ക് ഒരു നോട്ടീസ് പോലും നൽകാതെയായിരുന്നു ഈ ക്രൂരകൃത്യം. ഒരു MLA യോ കൗൺസിലറോ അവരെ സമാശ്വസിപ്പിക്കാൻ എത്തിയില്ല. അവിടെ താമസിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ്. ലീഗ് ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ലീഗ് അനുകൂല മതസംഘടനാ നേതാക്കളും പ്രതികരിച്ച് കണ്ടില്ല. എന്തൊരു കോൺഗ്രസ് ഭക്തിയാണ് ലീഗിനും ലീഗ് അനുകൂല മതസംഘടനകൾക്കും. കർണാടകയിലെ മംഗലാപുരത്താണ് അഷ്റഫ് എന്ന മാനസിക അസ്വസ്ഥതകളുള്ള ഒരു ചെറുപ്പക്കാരനെ കളിക്കാർക്ക് കരുതി വെച്ചിരുന്ന വെള്ളമെടുത്ത് കുടിച്ചു എന്നാരോപിച്ച് സംഘീയ ആൾക്കൂട്ടം അടിച്ചും ഇടിച്ചും കൊന്നത്. കേസ് വഴിതിരിച്ചുവിടാൻ കൊല്ലപ്പെട്ടയാൾ പാക് അനുകൂല മുദ്രാവാക്യം മുഴക്കിയെന്ന കള്ളക്കഥയും പടച്ചുണ്ടാക്കി. ആ കേസ് തേച്ചു മാച്ച് കളയാനാണ് കർണാടക പോലീസ് ശ്രമിച്ചത്. അവിടുത്തെ കോൺഗ്രസ് സർക്കാർ ആകട്ടെ 10 പൈസ ധനസഹായം അഷ്റഫിന്റെ ബന്ധുക്കൾക്ക് നൽകിയില്ല. സംഭവത്തെ അപലപിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല. എന്നാൽ ബംഗ്ലാദേശി എന്ന് ചാപ്പയടിച്ച് ഒരു സംഘം സംഘികൾ ഛത്തീസ്ഗഡുകാരനായ രാം നാരായൺ എന്ന ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നത് വാളയാറിലാണ്. പ്രതികളെ മുഴുവൻ പിണറായി പോലീസ് അഴികൾക്കുള്ളിലാക്കി. കുടുംബത്തിന് 30 ലക്ഷം നഷ്ടപരിഹാരവും LDF സർക്കാർ പ്രഖ്യാപിച്ചു. മാൻഹോളിൽ മരിച്ച നൌഷാദിനോടും സംഘിക്കൂട്ടം അടിച്ചും ഇടിച്ചും കൊന്ന രാം നാരായണനോടും
ഒരുപോലെ നീതി കാട്ടിയ പിണറായി സർക്കാരിനെയാണ് മുസ്ലിം വിരുദ്ധ സർക്കാരെന്നും ഹിന്ദു വിരുദ്ധ സർക്കാരെന്നും പറഞ്ഞ് രണ്ട് ഭാഗത്തെയും വർഗീയവാദികൾ ആക്ഷേപിക്കുന്നത്. ക്രിസ്മസ് കരോളിന് നേർക്ക് ഹിന്ദു വർഗീയവാദികൾ അക്രമം അഴിച്ചുവിട്ട വാർത്ത വന്ന് മണിക്കൂറുകൾക്കകം ചുവന്ന മുണ്ടും വെള്ള ഷർട്ടും ധരിച്ച് ഹിന്ദു മുസ്ലിം ക്രൈസ്തവ വ്യത്യാസമില്ലാതെ ഡിവൈഎഫ്ഐ ചെറുപ്പക്കാർ തെരുവിലിറങ്ങി വ്യാപകമായി ക്രിസ്മസ് കരോളുകൾ നടത്തിയത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ്. എന്തിനധികം കരോളുകൾ പൊതുവെ കുറഞ്ഞ മലപ്പുറത്തെ ഗ്രാമങ്ങളിൽ പോലും കൊച്ചുകുട്ടികൾ നടത്തിയ ക്രിസ്മസ് കരോളിനെ നമസ്കാര പായയിൽ നിന്നെത്തി സ്വീകരിച്ച വെള്ളപ്പർദ്ദ ധരിച്ച സ്ത്രീകളെ കാണാനായതും 10 വർഷമായി ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലാണ്. ആ സമാധാന തുരുത്ത് തകർക്കാനാണ് കോൺഗ്രസും BJPയും ശ്രമിക്കുന്നത്. അതിനാണ് ലീഗും ചില ന്യൂനപക്ഷ സമുദായ സംഘടനകളും ഓശാന പാടുന്നത്. പോറ്റിയെ കേരളത്തിൽ കയറ്റിയതും സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയതും ആരാണ്? സോണിയാഗാന്ധിയുടെ കൈ പിടിച്ച് പോറ്റി കെട്ടിക്കൊടുത്ത ചരട് എവിടെ നിന്ന് മന്ത്രം ജപിച്ചാണ് പോറ്റി കൊണ്ടുവന്നത്? അടൂർ പ്രകാശനും ആന്റണിക്കും ശബരിമല ശാസ്താവിന്റെ സ്വർണം കട്ട പോറ്റിയുമായുള്ള ആത്മബന്ധം എന്താണ്? സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഒന്നിലധികം തവണ പോറ്റിയെ കയറ്റാൻ മാത്രമുള്ള സ്വാധീനം അയാൾക്ക് എങ്ങനെയാണ് കൈവന്നത്? KC വേണുഗോപാൽ അറിയാതെ പോറ്റിയെ സോണിയ വീട്ടിൽ കയറ്റുമോ? സ്വർണ്ണക്കൊള്ളക്കാരൻ പോറ്റി സോണിയാഗാന്ധിക്ക് നൽകിയ പാരിതോഷികത്തിൽ എന്തൊക്കെയാണ് അടക്കം ചെയ്തിരുന്നത്? ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച പവിത്ര സ്വർണത്തിന്റെ കരിമ്പെങ്കിലും പോറ്റി നൽകിയ സമ്മാനത്തിൽ ഉണ്ടായിരുന്നു. ബബ്ബ അടിച്ചിട്ട് കാര്യമില്ല കോൺഗ്രസെ. ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് വേണ്ടത്. പോറ്റിയെ കേറ്റിയെ സോണിയ വീട്ടിൽ കേറ്റിയെ സ്വർണപ്പാളി കട്ടവനെ പോറ്റി എന്ന മറ്റവനെ വീട്ടിൽ കേറ്റിയതാരപ്പ കോൺഗ്രസ് ആണേ മുത്തപ്പ എന്ന പുതിയ പാരടി വരാനിരിക്കുന്നു. അപ്പോൾ ആരും കർവിക്കാതിരുന്നാൽ മതി എന്നാണ് KT ജലീൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങളാണ് നമുക്ക് ഉയർന്നു കേൾക്കാൻ കഴിയുന്നത്. അത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നാണ്. എന്തുകൊണ്ട് സതീശനും സംഘവും ഒന്നും മിണ്ടുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.